ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് പുട്ടും കുറ്റിയിലല്ല കേട്ടോ, നമ്മൾ ഈ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അരിപ്പുട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടാറില്ല, ആകെ ഇങ്ങനെ ഉറച്ച പോലത്തെ ഉള്ളൊരു പുട്ടാണ് കിട്ടാറെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്, ആകെ കട്ടയൊന്നും ഉടയാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം തെളിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുത്ത് ദേ 2 നുള്ളു ജീരകം ഒന്നിട്ടിടുന്നത്. ഒരു ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ ഈ പുട്ടിന്. അപ്പോൾ ഞാൻ 2 മണി ഇട്ടിട്ടുള്ളൂ. എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടി ഒന്ന് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതീയിൽ വേണം കേട്ടോ ഇടാൻ. ചെറുതീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഗോതമ്പ് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായി ചൂടാവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു ലൈറ്റായിട്ടുള്ള ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. ഇതാ ഗോതമ്പ് പൊടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ചൂടാവാനേ പാടുള്ളൂ, നന്നായി ചൂടാവാൻ പാടില്ല കേട്ടോ. ചെറിയ നമുക്ക് പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ, പൊടിയിൽ തൊടാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം നമുക്ക് ചൂടാക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ചൂടുവെള്ളം, ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് പുട്ട് നനച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഗോതമ്പ് പൊടി ഒന്ന് നനയാൻ വിധത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പായ കാരണം നന്നായി നനയും വേണം. പിന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒറ്റ ട്രിപ്പിൽ ഒഴിക്കരുത്. ഒറ്റ ട്രിപ്പിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആകെ കട്ട പിടിക്കും കേട്ടോ. പതുക്കെ നമുക്ക് കുറേശ്ശെ പാകത്തിന് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ പുട്ടിനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല. തിളച്ച വെള്ളം ഒഴിച്ചാൽ നമുക്കിതുപോലെ കൈ തൊടാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടുള്ള കാരണമാണ് ഞാൻ ഈ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ആക്കണത് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച വെള്ളം വേണ്ട, ലൈറ്റ് പാകത്തിനുള്ള വെള്ളം മതി. അതൊക്കെ സ്പൂൺ കൊണ്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കുഴച്ചെടുക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. അതേ നന്നായി തന്നെ കുഴച്ച് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ. കുഴച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുട്ടുപൊടി ഒന്ന് പൊത്തി വയ്ക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞ് മാറും കേട്ടോ. അപ്പോൾ നല്ല തരിയുള്ള പുട്ടായി മാറും കേട്ടോ. പിന്നെ നമ്മളത് ഇന്ന് പുട്ടും കുറ്റിയിലല്ല ഗ്ലാസ്സിലാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഗ്ലാസ്സിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കൊരുവിധം 4 എണ്ണമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പേർക്ക് ഉണ്ടാക്കണത് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ്സിൽ നാളികേരം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ഉള്ളിൽ നാളികേരം, നിങ്ങൾ ഈ പുട്ടുപൊടിയിൽ നാളികേരം ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറ്. അപ്പോൾ ഒരു നാളികേരം ഫില്ലിങ് വെച്ചിട്ട് പിന്നെ പുട്ടുപൊടി ഇട്ടിട്ട് പിന്നെ നാളികേരം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് ഉടച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ നാളികേരം നമ്മുടെ പുട്ടിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് അമർത്തി പോകരുത്. അപ്പോൾ കറക്റ്റായിട്ട് ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് വീഴില്ല കേട്ടോ. നമുക്കൊരു ചെറിയൊരു പാകത്തിന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി ആയ കാരണം തന്നെ അവിടെ ഇവിടെയും കട്ടകളുണ്ടായിരുന്നു. അപ്പോൾ കട്ടകൾ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. തട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് 3 എണ്ണത്തിനുള്ള അത് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് ആദ്യം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷമാണ് നമ്മളിത് ഗ്ലാസ് അതിലേക്ക് തട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ കമത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ എനിക്കൊരു 3 കഷ്ണം പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക വേണ്ട. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതായ കാരണം തന്നെ പുട്ടിന് ചെറിയൊരു
നനവും ഒരു വേവും ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആവും കേട്ടോ. പുട്ട് റെഡി ആയതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് പുട്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചുണ്ടാക്കുമ്പോൾ ആർക്കും ഗോതമ്പ് പുട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ലോണം നാളികേരമൊക്കെ ഇട്ട് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂടെ ഒപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പപ്പണിയാണ് കേട്ടോ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് പരിപ്പുട്ടായാലും ഇതുപോലത്തെ ട്രിക്ക് ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിൽ പണി ഭയങ്കര എളുപ്പമാണ്, ഗ്യാസും നമുക്ക് ലാഭിക്കാം കേട്ടോ. പുട്ട് മറ്റേതിൽ നിന്ന് ഇങ്ങനെ വലിയ കുറ്റിയിൽ നിന്ന് ഇങ്ങനെ തള്ളി പോരുമില്ല. പിന്നെ അപ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഉടഞ്ഞ് നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉടഞ്ഞു പൂട്ടാക്കണ്ട. അപ്പോൾ പുട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയും കൂട്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പുട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് പുട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗോതമ്പ് പുട്ട് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.